ജോലിയുള്ളത് ഒരു അഭിമാനമാണ്. എന്തെന്നാൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സമ്പത്ത് ഈ ജോലിയിൽ നിന്ന് സമ്പാദിക്കാൻ പറ്റും. അപ്പോൾ ആരുടെ മുമ്പിലും സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി പണത്തിന് വേണ്ടി കൈനീട്ടേണ്ട ആവശ്യമുണ്ടാവുകയില്ല. ആ അഭിമാനം ജോലികൾ കിട്ടുമ്പോഴുള്ള അഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ സമരം ചെയ്തത്. പക്ഷേ വേണ്ടപ്പെട്ട അധികാരികൾ അവരെ വേണ്ട രീതിയിൽ പരിഗണിച്ചില്ല. എങ്കിലും അവർ ഒരിക്കലും നിരാശപ്പെടരുത്. കേരള കൗൺസിൽ ഓഫ് ചർച്ച് അതിൽ ഏതാനും പേർക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റ് സംഘടനകളും മുന്നോട്ട് വരുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഈ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞെങ്കിലും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ശ്രമിച്ചാൽ നമുക്ക് ഫലം കിട്ടാതിരിക്കുകയില്ല. കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ എന്നല്ലേ പലരും പറയുന്നത്. നമുക്ക് ജോലി ഉള്ളതുകൊണ്ട് പല ഗുണങ്ങളുമുണ്ട്. ഉദാഹരണം, ഒരിക്കൽ ഈ സ്വീഡനിൽ സർക്കാർ പറഞ്ഞു, ഇഷ്ടം പോലെ ഞങ്ങളുടെ ഈ പണമുണ്ട്, അതുകൊണ്ട് നിങ്ങളൊന്നും ജോലി ചെയ്യണ്ട, നിങ്ങൾക്ക് മാസം തോറും ആവശ്യമുള്ള പണം തരാമെന്ന് പറഞ്ഞു. ആദ്യം കുറേ നാളൊക്കെ ആൾക്കാർ ഇത് ജോലി ചെയ്യാതിരുന്ന് ഈ പണം വാങ്ങി സുഖമായിട്ട് ജീവിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവർക്ക് അതുകൊണ്ട് മടുപ്പ് തോന്നി. അവർ പറഞ്ഞു, നിങ്ങൾ ശമ്പളം കുറവാണെങ്കിലും വേണ്ടില്ല, ഞങ്ങൾക്ക് ജോലി വേണം, ജോലിയുള്ളതാണ് നല്ലതെന്ന് പറഞ്ഞതുപോലെ ജോലി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മാനസികമായ ഒരു ഉന്മേഷം കിട്ടും. നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്നുള്ളത് തന്നെ ഒരു നല്ല കാര്യമാണ്. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഡിപ്രഷൻ ഉണ്ടാകും, ഉറപ്പാണ്. അത് പ്രത്യേകിച്ചും ഈ ജോലിയൊക്കെ ചെയ്ത് നടക്കുന്നവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും അപകടത്തിൽപ്പെട്ടോ അല്ലെങ്കിൽ അസുഖം ബാധിച്ചോ ഒക്കെ കിടപ്പിലായി കഴിഞ്ഞാൽ അവരുടെ കാര്യം അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രമേ അതിൻ്റെ ആ ഭയാനകത മനസ്സിലാകുകയുള്ളൂ. അല്ലാത്തവർക്കും ചിന്തിച്ച് നോക്കിയാൽ കുറച്ചൊക്കെ മനസ്സിലാകും. ഈ നമ്മൾ 6 ദിവസം ജോലി ചെയ്ത് 7ാമത്തെ ദിവസം, അതായത് ഞായറാഴ്ച നമ്മൾ വിശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? തിങ്കളാഴ്ച നമുക്ക് ജോലിക്ക് പോകണം എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും അലസതയിലേക്ക് വഴുതി വീഴും. അലസത തന്നെ ഏറ്റവും വലിയ ഒരു ശത്രുവാണെന്ന് പറയാം. നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും എല്ലാം നമ്മളെ തളർത്തിക്കളയും. പക്ഷേ പലരും അധ്വാനിക്കാതെ നോക്കുകൂലി വാങ്ങിയും മറ്റുള്ളവരിൽ നിന്ന് തട്ടിപ്പറിച്ചും വെട്ടിപ്പിടിച്ചും കെട്ടിപ്പടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതൊന്നും ഒരു ശരിയായ മാർഗമല്ല. താൽക്കാലികമായി അവർക്ക് അതുകൊണ്ടൊരു സുഖം ലഭിക്കുമെങ്കിലും പിന്നീട് ഒരു കാലത്ത് ഇവർക്ക് അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ടി വരും, വിഷമിക്കേണ്ടി വരും. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്ന് പറഞ്ഞതുപോലെയാണ്. ഇവർ മറ്റുള്ളവരെ ചതിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടനെ ചേട്ടൻ ചതിച്ചാൽ ചേട്ടനെ ദൈവം ചതിക്കും എന്നാണ് പഴഞ്ചൊല്ല്. അതുപോലെയാണ് നേരായ മാർഗത്തിൽ കൂടിയാണ് നമ്മൾ ധനം സമ്പാദിക്കേണ്ടത്. അങ്ങനെ നേരായ മാർഗത്തിൽ കൂടി ധനം സമ്പാദിച്ചു കഴിഞ്ഞാൽ മാത്രമേ അത് നേരായ മാർഗത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് ഒരു കാലത്ത് മാനസികമായി അലട്ടിക്കൊണ്ടിരിക്കും. അന്ന് ആ അന്യായം ചെയ്തുകൊണ്ട് ആയിരിക്കുമോ ഇപ്പോഴിങ്ങനെ വന്നത്, ഇനിയിപ്പോൾ എന്തു ചെയ്യാൻ പറ്റും? അന്ന് വേണ്ട കാലത്ത് ആലോചിച്ച് ശരിയായ രീതിയിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ അവർക്ക് ആ ടെൻഷനും ആ ഡിപ്രഷനെല്ലാം ഒഴിവാകുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ അധ്വാനിച്ച് അതിൻ്റെ ഫലം അനുഭവിക്കുക. നെറ്റിലെ വിയർപ്പ് പൊടിയുന്നതുവരെ അധ്വാനിച്ച് നമ്മൾ ധനം സമ്പാദിക്കണം എന്നല്ലേ പഴയ ആൾക്കാർ പറയുന്നത്. അതുകൊണ്ട് അധ്വാനം തന്നെയാണ് സമ്പത്ത്. അധ്വാനം നമുക്ക് ശാരീരിക ആരോഗ്യമുണ്ടാക്കും, മാനസിക ആരോഗ്യവും ഉണ്ടാക്കും.